എല്ലാവർക്കും നല്ലൊരു ഹായ് പറയട്ടെ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായി. പക്ഷെ എനിക്കത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റിയിരുന്നില്ല. ഇടയിലിടയിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും. പിന്നെ നമ്മുടെ ജീവിതമൊക്കെ അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ അതിനായിട്ട് സമയം കണ്ടെത്തണം. എന്നാലും പരമാവധി ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴും ആവശ്യമുള്ളതെന്ന് തോന്നുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. നമ്മൾ എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും ഒക്കെ പറയുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ എന്നൊക്കെ കേട്ടോ. പക്ഷെ പിന്നെ ഞാനത് വലിയ കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും നമ്മളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കാരണം നമുക്കത് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടിയൊക്കെ വന്നു. പിന്നീട് വീണ്ടും തുടങ്ങിയപ്പോൾ ഞാൻ ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കതൊരു മടുപ്പായിട്ട് തോന്നി. സബ്സ്ക്രൈബ് ചെയ്യണേ, ഇനിയിപ്പോൾ പോയിട്ട് എന്തിനാ പറയണേ എന്നെനിക്ക് തോന്നി. പക്ഷേ ഒരു 500ഓളം പേര് ഞാൻ പറഞ്ഞിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം 2500 സംതിങ് ആൾക്കാരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആരാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസോ ഷോർട്സോ ഒക്കെ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോ മറ്റൊക്കെ ആയിരിക്കാം. എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ നോക്കുമ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സ് കൂടിയിരിക്കുന്നത് കാണുമ്പം എനിക്ക് തോന്നും, എന്നാൽ നാളെ എന്തെങ്കിലും ഡാൻസിൻ്റെ ഷോർട്സ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിന് തന്നെ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം 2025 ഇന്നോടുകൂടി ഡിസംബർ 31 അവസാനിക്കുകയാണ്. അപ്പം എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു യൂട്യൂബ് ചാനൽ. ഇതെനിക്കുണ്ടല്ലോ, അപ്പം ഇന്നത് ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞോളം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ 2025 ചീത്തയായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ അങ്ങ് മറന്നു കളയും കേട്ടോ. നല്ലതിനെ മറന്നു കളണമെന്ന് ഞാൻ പറയില്ല, കാരണം ഞാനും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചും 2025 നല്ലൊരു വർഷമായിരുന്നു. സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷമായിരുന്നു. നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ചില തിരക്കുകൾക്കിടയിൽ ആ വിഷമങ്ങളൊന്നും അല്ലാണ്ട് പോയ ഒരവസ്ഥയിലായിരുന്നു 2025. പക്ഷെ വല്ലാതൊരു എനർജിയും സ്വന്തമായിട്ട് ഞാനൊരു ധൈര്യശാലിയാണെന്നും എന്നെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറ്റും എന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു വർഷമാണ് 2025. അപ്പം അതുപോലെ തന്നെ ആവട്ടെ.